പി വി അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന് UDF. തെരഞ്ഞെടുപ്പുമായി സഹകരിക്കുന്നതിൽ പി വി അൻവർക്ക് തീരുമാനമെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതിനുശേഷം നിലപാട് UDF വ്യക്തമാക്കും. സഹകരിച്ചാൽ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നും UDF നേതൃയോഗത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കണം. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. വിപിൻ സി വിജയൻ, ഷഹദ് റഹ്മാൻ, ശ്രീജിത്ത് എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, ഇപ്പോൾ UDF ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കില്ല എന്നതിന്റെ സൂചനയാണോ ഈ കാണുന്നത്? അനുജ, പാലക്കാടും ചേലക്കരയിലും ഉള്ളതുപോലെ തന്നെ നിലപാട് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് UDF-ന്റെ നേതൃയോഗത്തിന് ശേഷമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ VD സതീശൻ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, എന്ത് തീരുമാനം എടുത്താലും UDF-ന്റെ മുന്നണിയുടെ ഭാഗമാക്കണം എന്നുള്ളതായിരുന്നു PV അൻവറിൻ്റെ ആവശ്യം. എന്നാൽ ആ പന്ത് തിരിച്ച് തട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. ആദ്യം PV അൻവർ ഒരു തീരുമാനം പറയട്ടെ, ഇതുവരെ ഞങ്ങളോട് തീരുമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളിലൂടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇപ്പോഴും നേതാക്കൾക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഞങ്ങൾ മത്സരിക്കും, അതിനോട് സഹകരിക്കുമെങ്കിൽ സഹകരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പുറത്തേക്ക് വരുന്നുണ്ട്. PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അൻവർ വരികയാണ്. UDF നേതൃയോഗ തീരുമാനം പുറത്തു വന്നു. അതിനുശേഷമുള്ള പ്രതികരണം. കേട്ടിട്ടില്ല. യെസ്, ഒന്നും കേട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളൊന്നും തന്നെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ തിരിച്ചു വരും എന്നുള്ളത് കൂടി പറയുന്നു. ഈ ഒരു വിഷയത്തിൽ ഇനി എന്തായിരിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്. കാരണം UDF അത്തരത്തിൽ അകമഴിഞ്ഞ 2 ദിവസത്തിനകം ഒരു തീരുമാനമെടുക്കണം, UDF മുന്നണിയുടെ ഭാഗമാക്കണം എന്നൊക്കെയുള്ള ആവശ്യത്തിനോട് അത് തിരസ്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പുമായി UDF മുന്നോട്ട് പോകും, UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും, അതുമായി സഹകരിക്കാമെങ്കിൽ സഹകരിക്കാം എന്നുള്ള നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ വായിക്കേണ്ടത്. അതായത് PV അൻവറിന് എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിൽ അതിനെ കാണേണ്ടി വരും. നമുക്ക് ഒരിക്കൽ കൂടി അദ്ദേഹം പറയുന്നതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. യെസ്, അനുജ, അദ്ദേഹം പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തിരിച്ചു വരും. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കണം. ഒപ്പം ഇപ്പോൾ PV അൻവറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഒരു മാരത്തോൺ ചർച്ചകളാണ് ഈ വിഷയത്തിൽ നടന്നിരുന്നത്. ആദ്യം K. സുധാകരൻ കണ്ണൂരിൽ നിന്ന് മഞ്ചേരിയിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തുന്നു. അതിനുശേഷം ഒരു അനുനയ ശ്രമം എന്നുള്ള നിലയ്ക്ക് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ PV അൻവർ കാരത്തോടുള്ള വീട്ടിൽ പോയി കണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ് PK കുഞ്ഞാലിക്കുട്ടി, അതുകൊണ്ട് ഇപ്പോഴുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത് ഇന്ന് വൈകിട്ട് നിലമ്പൂരിൽ നടക്കുന്ന നേതൃയോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും, എന്നാൽ ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് മുസ്ലിം ലീഗ് ഇല്ല, എല്ലാം തന്നെ നിലമ്പൂരിൽ ഒരു തീരുമാനമെടുക്കും എന്നുള്ളതാണ്. ആ നിലമ്പൂരിലെ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഇനി മുന്നോട്ട് സഹകരിക്കാമെങ്കിൽ അൻവർ സഹകരിക്കട്ടെ എന്നുള്ള പാലക്കാടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അതേ നിലപാട് തന്നെ എടുക്കുന്നു. പക്ഷേ അത് എത്രത്തോളം UDF-നെ ഇനി ഗുണം ചെയ്യും, അല്ലെങ്കിൽ 9 വർഷം ഇവിടെ MLA ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അൻവർ ഫാക്ടർ UDF-ന് അത് എത്രത്തോളം പ്രശ്നമാകും, അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് ഇനി ഈ കാര്യത്തിലൊരു തീരുമാനം, ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ കൂടിയാണ് ഇനി വ്യക്തത വരേണ്ടതുള്ളൂ. എന്തായാലും ആ ഒരു അകമഴിഞ്ഞിട്ടുള്ള ഒരു സഹകരണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം, ഉപാധികളില്ലാതെ ഒരു തീരുമാനം UDF-ന്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് കൂടി പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് വായിക്കാം. അതാണ് PV അൻവർ നിലവിൽ പ്രതികരിക്കാതെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്.